യോവേൽ പ്രവാചകന്റെ പുസ്തകം 1-ാമത്തെ അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ ഒത്തിരിയധികം ദേശത്ത് നഷ്ടമുണ്ടാകുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. എന്നാൽ കർത്താവിൻ്റെ ആത്മാവ് പ്രവാചകനിലൂടെ ജനത്തോട് അരുളി ചെയ്യുന്ന ഒരു ദൈവിക ആലോചന ഇങ്ങനെയാണ്. യോവേൽ പ്രവാചകന്റെ പുസ്തകം 2-ാം അധ്യായം അതിൻ്റെ 25-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു: ഞാൻ നിങ്ങളുടെ ഇടയിൽ അയച്ചിരിക്കുന്ന എൻ്റെ മഹാസൈന്യമായ വെട്ടിക്കിളിയും വിട്ടിലും തുളനും പച്ചപ്പുഴും തിന്നുകളഞ്ഞ സംവത്സരങ്ങൾക്ക് വേണ്ടി ഞാൻ നിങ്ങൾക്ക് പകരം നൽകും. കർത്താവ് അരുളി ചെയ്യുന്നൊരു ദൈവിക ആലോചനയാണ്. അവരുടെ ജീവിതത്തിൽ ഉണ്ടായ നഷ്ടത്തെ കർത്താവ് മാറ്റി ആ സ്ഥിതിക്കൊരു മാറ്റം വരുത്തുവാൻ, ഒരു ഭേദം വരുത്തുവാൻ ദൈവം ആഗ്രഹിക്കുകയാണ്. 2-ാമത്തെ അധ്യായം 13-ാമത്തെ വാക്കിൽ കർത്താവ് പറയുകയാണ്: വസ്ത്രങ്ങളെയല്ല ഹൃദയങ്ങളെ തന്നെ കീറി നിങ്ങളുടെ ദൈവമായ യഹോവയുടെ അടുക്കലേക്ക് തിരുവീൻ. അവൻ കൃപയും കരുണയും ദീർഘക്ഷമയും മഹാദയയും ഉള്ളവനല്ലോ. അവൻ അനർത്ഥത്തെക്കുറിച്ച് അനുതപിക്കും. പ്രൈസ് ദി ലോർഡ്. ആ ദേശത്ത് ആ ജനത്തിൻ്റെ മധ്യത്തിൽ ദൈവം വരുത്തുവാൻ ആഗ്രഹിക്കുന്ന അനർത്ഥത്തെക്കുറിച്ച് അനുതപിക്കും എന്നൊരരുളപ്പാടാണ് അവിടെ ഉണ്ടാകുന്നത്. ദൈവത്തിൻ്റെ ജനം കർത്താവിലേക്ക് മടങ്ങി വരണം. പ്രൈസ് ലോർഡ്. ഇയ്യോബിൻ്റെ ജീവിതത്തിലുണ്ടായ നഷ്ടത്തെക്കുറിച്ച് നമുക്ക് അറിയാം. തൻ്റെ സ്ഥിതിക്ക് കർത്താവ് ഭേദം വരുത്തുകയാണ്. അവസാനത്തെ അധ്യായത്തിൽ കടന്നു വരുമ്പോൾ തനിക്ക് നഷ്ടമായതൊക്കെ കർത്താവ് മടക്കി നൽകുകയാണ്. വിലാപങ്ങളുടെ പുസ്തകത്തിൽ ഇങ്ങനെ ഒരു പ്രാർത്ഥന നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്: യഹോവേ, മടക്കി വരുത്തണമേ, ഞങ്ങളെ നിങ്കലേക്ക് തിരിക്കണമേ, പണ്ടത്തെ പോലെ ഒരു നല്ല കാലം ഞങ്ങൾക്ക് നൽകണമേ. ഈ വർഷത്തിൻ്റെ പ്രാരംഭങ്ങളിൽ ഇത് തന്നെ നമ്മുടെ ഒക്കെ പ്രാർത്ഥനയായി തീരട്ടെ.